അതിലേക്ക് മുഹൂർത്തം കുറിച്ചോ? മുഹൂർത്തം? തനിക്ക് നാണവും തുണയുമുണ്ടോ? തനിക്ക് ആണത്തുമുണ്ടോ? താൻ എങ്ങനെ പണം ഉണ്ടാക്കി എന്നുള്ളത് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. ഇത് നിങ്ങൾക്ക് തലയ്ക്ക് ലെവലില്ലേ? എനിക്ക് തലയ്ക്ക് ലെവലുണ്ട്. എന്റെ മോൻ മാത്രമേ കള്ളു കുടിക്കുള്ളൂ. താൻ എന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചില്ലേ? എന്തോന്ന് പറ്റിക്കാൻ? ആ ഒരു പണക്കാരൻ ന്യായവും മുറയും അനുസരിച്ച് ഞാൻ അന്ന് തന്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിച്ചപ്പോ താൻ പ്രായത്തോന്നി എന്ന് പറഞ്ഞ് എന്നെ വിരട്ടി വിട്ടു. പിന്നെ താൻ വലിഞ്ഞു കയറി വന്ന് എന്റെ കാല് വീണ് പെണ്ണ് തരാമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഊഹിച്ചതാ എന്തോ കുണ്ടാൻ വേണ്ടി ഇതിനകത്തുണ്ടെന്ന്. ഇതിനെന്ത് കുണ്ടാൻ വേണ്ടി? എടോ, തന്റെ സഹോദരി ഓരോ ഹോട്ടലിൽ കയറി ഇറങ്ങി പണം സമ്പാദിക്കുന്നോ ഇല്ലയോ? ഫുഡ് വെളിയിലായി പോയല്ലോ എന്നുള്ള ഭയം തന്നല്ലോ. ലക്ഷപ്രഭുവിന്റെ സഹോദരിക്ക് ഹോട്ടലിലോ? വലിയ ലക്ഷപ്രഭു തന്റെ സഹോദരിയെ ഹോട്ടലിൽ വെച്ച് എത്രയോ പ്രാവശ്യം കണ്ടിട്ടുള്ളതായി എന്റെ മോൻ പറയുന്നു. തന്റെ മോനൊരു പരമ യോഗ്യ. മോൻ പോട്ടെ, വെറും ടാക്സി ഡ്രൈവർ പറയുന്നു. ടാക്സി ഡ്രൈവർ നീയാണോ ദ്രോഹി? ഈ വിവാഹം നടക്കരുതെന്ന് നീ ചെയ്ത വേല അല്ലടാ ദ്രോഹി. ഓമന ഹോട്ടലിൽ പോയത് സത്യം. ഇനി പോയി തൂങ്ങിട്ടാകണോ? ഇതാ ബാല, ഞാൻ പറയുന്നത് 100% സത്യം. നിന്റെ അനുജത്തി ഹോട്ടലിൽ പോയല്ലേ? പോയോ ഇല്ലയോ എന്ന് അവളെ വിളിച്ച് ചോദിക്കണം. അവളില്ലെന്ന് പറഞ്ഞാൽ വിളിച്ച് ചോദിക്കണം. പറഞ്ഞാൽ ഈ നിമിഷം കഴുത്തറത്ത് ഇവിടെ ഞാൻ ചാവും. എടീ ഓമനെ, എടീ നീ ഹോട്ടലിൽ പോയടി. പോയി. എന്തിനു പോയി? പണത്തിന്. പണത്തിനോ? പണം എന്തിനായിരുന്നു എന്ന് ആദ്യം ചോദിച്ചറിയണം. എന്തിനായിരുന്നു പണം? വിജയൻ ചേട്ടന്റെ പഠിത്തത്തിന്. ചേട്ടൻ ഒരു കുടുംബത്തിന് കൊടുത്ത വാക്ക് ലംഘിച്ചു. അത് നിറവേറ്റാൻ വേണ്ടി അവൾ അവളുടെ അഭിമാനം ലംഘിച്ചു. ഒരു സ്ത്രീ വഴിതെറ്റിയാൽ അവൾ മാത്രമേ നശിക്കുകയുള്ളൂ. ഒരു പുരുഷൻ വാക്ക് തെറ്റിയാൽ എത്രയോ പേര് നശിക്കും. ഒരുത്തന്റെ പഠിത്തം പൂർത്തിയാക്കാൻ വേണ്ടി 4-5 പെൺപിള്ളേരുടെ ഭാവിക്ക് വേണ്ടി ഇവൻ ഹോട്ടലിൽ പോയി. ചേട്ടൻ ചെയ്ത തെറ്റ് മറ്റൊരു തെറ്റ് ചെയ്ത് അവൾ തിരുത്തി. ഇത് കുറ്റമാണോ ചേട്ടാ? വേണ്ടി വന്നാൽ ആ കുടുംബത്തിന് വേണ്ടി ഇനിയും ഇവൻ ഹോട്ടലിൽ പോകും. അവനെ പഠിപ്പിക്കാൻ വേണ്ടി നീ എന്തുകൊണ്ടടി നിന്റെ പ്രാണ കളഞ്ഞില്ല? നീ എന്തടി നിന്റെ മാനം കളഞ്ഞു? ഒരു സ്ത്രീക്ക് പ്രാണനേക്കാൾ വലുതാണ് നീ ദാനം. ഞാൻ പറയുന്നു ഒന്ന് കേൾക്കും. സ്വന്തം സഹോദരിയെ ഹോട്ടലിൽ പറഞ്ഞയച്ച ദുഷ്ട. ഞാൻ തന്നെയാണ് പറഞ്ഞയച്ചത്. നീ ആരോടെ പറഞ്ഞു? ഞാൻ തന്നെയാണ് പറഞ്ഞയച്ചത്. ഞാൻ തന്നെയാണ് പറഞ്ഞയച്ചത്. നിങ്ങളും ഒരു ദിവസം ഹോട്ടലിൽ പോയില്ലേ? എന്താ ചേട്ടത്തി ഒന്നും മിണ്ടാത്തത്? ഹോട്ടലിൽ പോകുന്ന പെണ്ണുങ്ങളെല്ലാം പണം സമ്പാദിക്കാൻ വേണ്ടി മാത്രം പോകുന്നവരാണ്. അങ്ങനെ ഒരു തെറ്റ് എന്റെ പെങ്ങൾ ചെയ്താൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കുമോ ചേട്ടത്തി? അപ്പൊ നീ പറഞ്ഞതൊക്കെ കള്ളമാണോ? എല്ലാം ഉള്ളത് തന്നെയാണ്. ചേട്ടത്തിയെ രാജൻ എന്നൊരാൾ സ്നേഹിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ കേസ് ജയിച്ചു. 5 ലക്ഷം രൂപ കിട്ടി. ആ രൂപ കൊണ്ട് അദ്ദേഹം ഒരു ഹോട്ടൽ തുടങ്ങി. ഒരു ദിവസം അദ്ദേഹം ഓമനയെ കണ്ടു. തങ്കമ്മയ്ക്കും കുടുംബത്തിനും വേണ്ടി എന്ത് സഹായവും ചെയ്യാൻ ഒരുക്കമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആ സന്ദർഭം ഞങ്ങൾ പാഴാക്കിയില്ല ചേട്ടത്തി. ഞങ്ങൾ പണം വാങ്ങിച്ചത് ശരിയാണ്. ആ പണം എന്നായാലും തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. എന്റെ കുഞ്ഞ് എവിടെ പോകുന്നു? ന്യായം. അങ്ങ് ചെയ്ത ഉപകാരം ഞാൻ എത്ര ജന്മം എടുത്താലും മറക്കില്ല. അതിരിക്കട്ടെ, അതിനു മുമ്പായി നീ എനിക്ക് മാപ്പ് തന്നിരിക്കുന്നു എന്നൊരു വാക്ക് പറയണം. എന്തിന്? തങ്കമ്മയെ അറിയിക്കാതെ ഞാൻ വിവാഹം കഴിച്ചതിന്. ആരെ? എന്റെ കണ്ണിനും കരളിനും ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. വിളിച്ചുകൊണ്ടുവരാൻ. അമ്മിണി, അമ്മിണി,
സാർ, ഞാനും ഓമനയും ഞങ്ങളുടെ ചേട്ടത്തിക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തു. സാറ് ചെയ്ത ഈ മഹത്തായ പ്രവൃത്തിയുണ്ടല്ലോ, ദൈവം സാറിന് നന്മ വരുത്തും.